ഉത്തര നക്ഷത്രക്കാർ പൊതുവേ എല്ലാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവരാണ്. സ്റ്റെബിലിറ്റി ഉണ്ട്, നല്ല ലീഡർഷിപ്പും മൈൻഡ് സെറ്റ് ഉള്ളവരുമാണ്. ട്രസ്റ്റിനും കമ്മിറ്റ്മെൻറ്റിനും നല്ല വാല്യൂ നിങ്ങൾ നന്നായിട്ട് കൊടുക്കാറുണ്ട്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ നിങ്ങൾ ചതിച്ചു എന്നൊരു തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാമായിട്ടുള്ള നേച്ചറാണ്, പക്ഷെ അതൊരു ഫേമിൽ മാത്രമേ നിങ്ങൾക്ക് കാമാവാൻ പറ്റുള്ളൂ. ട്രഡീഷണലും മോഡലും കൂടി രണ്ടും കൂടി മിക്സഡ് വെർഷനാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ. ബാക്ക് ബോൺ പേഴ്സണാലിറ്റിയാണ്. നട്ടലുള്ളവൻ എന്നുള്ള ഒരു ഇതുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ. എല്ലാവരും എന്നെ ആശ്രയിക്കണം എന്നൊരു വിചാരം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. പ്രശ്നങ്ങളൊക്കെ എടുത്ത് നടക്കും. ഇപ്പം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. ഇമോഷണൽ പെയിന് പുറത്ത് നിങ്ങൾ കാണിക്കില്ല. സൈലന്റ് ആയിട്ട് നല്ല രീതിയിൽ സ്ട്രഗിൾ നിങ്ങൾ ചെയ്യുകയും ചെയ്യും. ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ ഓവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. അതോറിറ്റി ഭയങ്കരമായിട്ട് ഈഗോ ഉണ്ട്. മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കാൻ നിങ്ങൾക്ക് വളരെ വിഷമമാണ്. വർക്കോളിക്കാണ് നിങ്ങൾ ഭയങ്കരമായിട്ട്. നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കാര്യം ചുമക്കേണ്ട ആവശ്യമില്ല. ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് പ്രഷർ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. റെസ്പോൺസിബിലിറ്റി കൂടിപ്പോയിട്ടും ഉണ്ടാവും. ഡിസിഷനിൽ എന്തായാലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. ആങ്സൈറ്റി എന്തായാലും സൈലന്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. കരിയറിൽ എന്തായാലും വർക്ക് സ്ട്രെസ്സും ഉണ്ടായിട്ടുണ്ട്. അതോറിറ്റി ആയിട്ട് അടി കൂടേണ്ടി വന്നു. പുതിയ റെസ്പോൺസിബിലിറ്റിയും വന്നു. എന്നാൽ റിവാർഡും ഇല്ല. മറ്റുള്ളവരുടെ കയ്യടിയൊന്നും കിട്ടുകയും ചെയ്തില്ല. ഇതെല്ലാം ഞാൻ മാത്രമേ ചെയ്യൂ എന്നൊരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ടായി. റിലേഷൻഷിപ്പിൽ എന്തായാലും ഇമോഷണലി കുറച്ച് ഡിസ്റ്റൻസ് എന്തായാലും വന്നിട്ടുണ്ടാവും. കമ്മ്യൂണിക്കേഷനും കുറഞ്ഞിട്ടുണ്ടാവും. പാർട്ട്ണർ എന്തായാലും അവോയ്ഡ് ചെയ്യുകയാണോ എന്നുള്ള ഫീലിങ്സ് എന്തായാലും നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ജനുവരിയിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പണിയെടുത്ത് തളർന്ന രാജാവ് തന്നെയാണ്. ഫെബ്രുവരി മാസത്തിൽ കുറച്ച് കൺട്രോൾ എന്തായാലും തിരികെ വരും. അതോറിറ്റി എന്തായാലും ഇമ്പ്രൂവ് ആവും. സെൽഫ് റെസ്പെക്റ്റ് നല്ല രീതിയിൽ ഇൻക്രീസ് ആവും. എന്തായാലും നല്ല രീതിയിൽ ഒരു ബൗണ്ടറി എന്തായാലും ഫോം ചെയ്യും. ഫെബ്രുവരി 5-ാം തീയതിക്ക് ശേഷമാണ് നിങ്ങൾക്ക് എന്തായാലും ഒരു ടേണിങ് ഉണ്ടാവുക. കരിയറിലാണെങ്കിൽ ഒരു ലീഡർഷിപ്പ് റെക്കഗ്നീഷൻ എന്തായാലും ഉണ്ടാവും. പ്രൊമോഷനെ പറ്റിയിട്ട് ഒരു സംസാരമൊക്കെ ഉണ്ടാവും, പക്ഷെ കിട്ടാൻ സാധ്യതയൊന്നുമില്ല. എന്തായാലും നല്ലൊരു ക്ലാരിറ്റി എന്തായാലും വരും. ജോബിൽ സ്റ്റെബിലിറ്റി എന്തായാലും ഇൻക്രീസ് ആവും. രണ്ടാമത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ആണ്. കടം കൊടുത്ത് തിരിച്ചു കിട്ടും. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും കിട്ടും. പ്രണയത്തിലായാലും കല്യാണം കഴിഞ്ഞവരായാലും ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തായാലും ഒരു ഫോക്കസ് ചെയ്യും. കല്യാണത്തിന് മാരേജ് പ്രപ്പോസൽ എന്തായാലും കൂടി വരും, പക്ഷെ ഒന്നും അങ്ങനെ സെറ്റ് ആവില്ല. ഇമോഷണൽ മെച്യൂരിറ്റി എന്തായാലും നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. സ്ലോ ആയിരിക്കും, പക്ഷേ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ഉത്രാടം, തിരുവാതിര, അത്തം ഈ 3 നക്ഷത്രക്കാരാണ് നല്ല ബെസ്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത്. ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ നല്ലൊരു സക്സസ് ഫെബ്രുവരിയിൽ കാണുന്നുണ്ട്. ലീഗലിയുള്ള എല്ലാ കാര്യങ്ങളും കുറച്ച് ക്ലാരിറ്റി എന്തായാലും വരുത്തണം. അത് വരികയും ചെയ്യും. കറക്റ്റ് പ്ലാനിങ്ങോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബിസിനസ് ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ഒരു പാർട്ട്ണർഷിപ്പിൽ ആൾ പറയുന്നത് മാത്രമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ ഗ്രോത്ത് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. അതുകൊണ്ട് ഈഗോ ക്ലാഷസ് നന്നായിട്ട് തന്നെ അവോയ്ഡ് ചെയ്യണം. വിദ്യ അഭ്യസിക്കുന്നവരാണെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് നല്ലൊരു ഫേവറാണ്. ലോ മാനേജ്മെൻറ്റ് സ്റ്റഡീസിലുള്ളവരൊക്കെ നല്ല രീതിയിൽ ഷൈൻ ചെയ്യും. ഡിസിപ്ലിനാണ് നിങ്ങൾ സക്സസ് ആകുക. ഉത്തര നക്ഷത്രക്കാർ വഴി ഒരുക്കുന്നവരാണ്, മറ്റുള്ളവരുടെ വഴിയിൽ പോകുന്നവരല്ല. നിനക്ക് എല്ലാം താങ്ങാനുള്ള ശക്തിയുണ്ട്, പക്ഷേ എല്ലാം താങ്ങേണ്ടത് നിൻ്റെ കടമയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം.